തറാവീഹിൻ്റെ ആദ്യവും സൂറത്തുകളുടെ ഇടയിലും ഇന്ന് കണ്ടുവരുന്ന കുറേ ദിക്റുകളും സ്വലാത്തുകളും ചില സ്ഥലത്ത് വളരെ അരോചകമാവുന്നുണ്ട്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? തറാവീഹിൻ്റെ ഇടയിൽ അങ്ങനെ വരുന്നത് കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ശ്രദ്ധിക്കാൻ. ഒന്ന്, നമുക്ക് നമസ്കാരം 20 റക്അത്താണ്. അപ്പോൾ ദൈർഘ്യമേറിയ സൂറത്തുകളൊക്കെ ഓതുന്ന ഇമാമികളുള്ള പള്ളിയിലാണ് നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ ഇടയിൽ കുറച്ച് റാഹത്ത് ആവശ്യമാണ്, നമുക്ക് റെസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഇരിക്കാനും കുറച്ച് ഇരിക്കുന്ന സമയത്തൊന്ന് കുറച്ച് സലാത്താകട്ടെ. അപ്പോൾ എന്തെങ്കിലും മഹാന്മാരുടെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയത്തുകളോ സലാത്തുകളോ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദിക്ർ ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ്. അതങ്ങനെ നമുക്ക് അരോചകമാകേണ്ട കാര്യമില്ല. വളരെ വലിയ സൂറത്തുകളൊക്കെ ഓതുന്ന പള്ളികളിൽ 2 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഒന്ന് കാല് നീട്ടിയിട്ടൊക്കെ നമ്മുടെ ഉപ്പമാർക്കൊന്ന് ഇരിക്കാൻ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനും ഒന്ന് നിവർന്ന് നിൽക്കാനും നടക്കാനും ഒക്കെ ഒരു ചെറിയ അവസരം നമ്മൾ കൊടുക്കുകയാണ്. അതിനാണ് ഈ സ്വലാത്ത് ആ സമയത്ത് ചെല്ലുക. അല്ലാതെ കൃത്യമായും തറാവീഹിൻ്റെ ഇന്ന റക്അത്തുകൾക്കിടയിൽ നിങ്ങൾ ഇത്ര സലാത്ത് ചെല്ലണം അങ്ങനെയൊന്നും കിതാബിനകത്തില്ല. ഇത് നമസ്കാരത്തിനിടയിൽ ഒരു റാഹത്ത് വേണം. കാരണം കണ്ടിന്യൂസ് ഇങ്ങനെ 2 റക്അത്ത് നിസ്കരിക്കുന്നു. അത് പെട്ടെന്ന് നിസ്കരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു വിശ്രമം നമുക്ക് ആവശ്യം വരില്ല. ഈ ഹാഫിളീങ്ങളൊക്കെ ഇമാമത്ത് നിൽക്കുന്ന റമദാനിൻ്റെ തറാവീഹിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ 30 തറാവീഹ് പൂർത്തിയാകുമ്പോൾ ഖുർആൻ ഖത്തം ചെയ്യുന്ന പള്ളികളെ സംബന്ധിച്ചിടത്തോളം ശരിക്ക് ക്ഷീണം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് 4 റക്അത്ത് 8 റക്അത്ത് ആകുമ്പോൾ ഇങ്ങനെ ചെയ്യും. അത് ആർക്കും അരോചകത്വമാകരുത്. അത് ചെയ്യുന്നത് ചെയ്തോട്ടെ, കാരണം അത് വളരെ നല്ലതാണ്. പിന്നെ ഒരുപാട് ശബ്ദമുയർത്തിയിട്ട് പറയുന്നത് നമ്മൾ ഒഴിവാക്കണം. കാരണം അത് ചിലപ്പോൾ അടുത്ത് ഇശാ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾക്ക് ഉണ്ടാവും, അവർക്കതൊരു വലിയ ബുദ്ധിമുട്ടാകും. അള്ളാഹു കാക്കട്ടെ.